നോക്കൂ, കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി ഈ DCC ട്രഷറിയുടെ ആത്മഹത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചില പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നതിനുമപ്പുറം വ്യാപകമായ പ്രതിഷേധമൊന്നും കാണുന്നില്ല. പക്ഷേ എങ്കിലും അറിയേണ്ടത്, ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു അച്ചടക്ക സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി ഈ വിഷയം പഠിച്ച് എന്താണ്, ആർക്കാണ് കുറ്റം സംഭവിച്ചത്, ആ വിഷയം പഠിച്ച് അവർക്കെതിരെ നടപടിയെടുക്കും. ഏത് കൊമ്പനാണെങ്കിലും വെറുതെ വിടില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ, റഫീഖ്? എങ്ങനെയാണത് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? നിങ്ങൾ നോക്കൂ, ഈ വിഷയം വന്ന് ഇത്ര ദിവസമായിട്ടും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ എന്താണ്? ആദ്യം മുതൽ തന്നെ ഇത് വ്യാജരേഖ ചമച്ചതാണ് എന്ന രൂപത്തിൽ പറയുന്ന നിലപാട് സ്വീകരിച്ചു. അത് പിന്നീട് വസ്തുതയല്ല എന്ന് വ്യക്തമാവുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നേരത്തെ തന്നെ KPCC നേതൃത്വത്തിന് ശ്രീമാൻ NM വിജയേട്ടൻ അയച്ചിട്ടുള്ള കത്ത് പുറത്തു വന്നു. അതിനെയും നിഷേധിക്കുന്ന നിലപാടാണല്ലോ ആ ഘട്ടത്തിൽ അവർ സ്വീകരിച്ചത്. പിന്നീട് ചില ആളുകൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത പണത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും അതേ നിലപാട് അവർ ആവർത്തിച്ചു. പൊതുയോഗം നടത്തി IC ബാലകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രകടനം നടത്തി കുറ്റക്കാരനായ IC ബാലകൃഷ്ണൻ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിന് ചില നേതാക്കന്മാർ അങ്ങോട്ട് കടന്നെത്തുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് മരിച്ച വീട്ടിലേക്ക് NM വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ട്രഷറർ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ മകനും മരണപ്പെട്ടിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ KPCCയുടെ പ്രസിഡന്റ് തയ്യാറായോ? പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമുന്നതനായ നേതാവ് തയ്യാറായോ? അത് ആ നിലയിൽ അങ്ങേയറ്റം അവഗണിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. പിന്നീട് ഇപ്പോൾ കത്ത് പുറത്തു വന്നു. ഞാൻ ചോദിക്കട്ടെ, എന്ത് അന്വേഷണമാണ് ഇവർ നടത്തേണ്ടത്? ഇനി ഇതിൽ പരം എന്ത് തെളിവാണ് പുറത്തു വരാനുള്ളത്? മരിച്ച NM വിജയേട്ടൻ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർക്കൊക്കെയാണ് പണം കൊടുത്തത്, ആരൊക്കെയാണ് തരാനുള്ളത്, അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡനത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം നേതൃത്വത്തെ സമീപിച്ചതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ വളരെ വിശദമായി അദ്ദേഹം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മരണം, എൻ്റെ മാനസികമായ പ്രയാസം കൊണ്ട്, ഈ ജീവിതത്തിൽ അനുഭവിച്ച ഈ പ്രയാസം കൊണ്ട് 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ എൻ്റെ മാനസിക പ്രയാസം കൊണ്ട് ഞാൻ മരണത്തിനിരയാകേണ്ടി വന്നാൽ അതിന് ഉത്തരവാദികൾ മേൽപ്പറഞ്ഞ നേതാക്കളാണ്. അതായത് IC ബാലകൃഷ്ണൻ MLA ആണ്, ഇപ്പോഴത്തെ DCCയുടെ അധ്യക്ഷൻ ND അപ്പച്ചനാണ്, അതുപോലെ തന്നെ KK ഗോപിനാഥാണ്. കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെ അത്രമാത്രം, നിങ്ങൾ എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിനെ അവസാന മരണസമയത്ത് പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു പറയാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ആദ്യം അറിയിക്കണമെന്ന് പോലും പറഞ്ഞുകൊണ്ട് അത്രയേറെ വിശ്വാസത്തിലെടുത്തൊരു മനുഷ്യൻ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന ആളുകളാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. വിജിലൻസോ ക്രൈംബ്രാഞ്ചോ IC ബാലകൃഷ്ണന്റെ മൊഴി ഇതുവരെയും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും എടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിടുന്നത് 28-ാം തീയതിയും 29-ാം തീയതിയും നമ്മൾ വാർത്ത പുറത്തുവിടുന്നു. അന്ന് ഈ വിഷയത്തിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട പീറ്റർ മാസ്റ്ററിൻ്റെ ആണെങ്കിലും ഈ NM വിജയൻ എഴുതിയ കത്തിൻ്റെ ആണെങ്കിലും പകർപ്പുകളെ നിരാകരിക്കുകയാണ് IC ബാലകൃഷ്ണനും കോൺഗ്രസ് നേതൃത്വവും ചെയ്തത്. ഈ വിഷയത്തിലുള്ള അന്വേഷണം മെല്ലെ പോകുന്നുണ്ടോ? ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്ന കേസാണ്. നേരത്തെ PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് കാണാനില്ല. അത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അതിന് കോൺഗ്രസ് പ്രതിനിധികൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോട് ചോദിക്കുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ എങ്കിലും എനിക്കറിയേണ്ടത്, പോലീസും വിജിലൻസും നടപടിയെടുക്കുന്നതിന് മുൻപ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര സമിതി ഈ വിഷയം അന്വേഷിക്കാൻ 8-ാം തീയതി എത്തുകയാണ്, നാളെ. ഞാൻ പറയട്ടെ, ഇതുപോലെ മുമ്പ് നേരത്തെ KPCCയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ ചില അന്വേഷണങ്ങൾ നടത്തിയെന്ന്. ആ അന്വേഷണത്തിൻ്റെ എന്തായിരുന്നു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അന്വേഷണത്തിൻ്റെ റിസൾട്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ പുറത്താക്കുകയും അഴിമതിക്ക് കൂട്ടുനിന്ന IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ മുമ്പ് സ്വീകരിച്ചത്? KPCCയുടെ അധ്യക്ഷന് നേരത്തെ 2021 NM വിജയേട്ടൻ നൽകിയ കത്ത് പ്രകാരം അവർ ആ നടപടി സ്വീകരിക്കാൻ തയ്യാറായോ? അന്നും ആ കത്ത് കിട്ടിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പം എന്ത് അന്വേഷണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ. പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലുകളും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മൊഴിയെടുക്കലും എല്ലാം നടക്കുന്നുണ്ട്. കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. അന്വേഷണം മുന്നോട്ട് പോകുന്ന വേളയിൽ തീർച്ചയായും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഈ തെറ്റുകാർ, ഈ ക്രൂരത ചെയ്തവർ നിയമത്തിന് മുമ്പിൽ വരുമെന്ന കാര്യം സംശയമില്ല. ഇവിടെ വിഷയം എന്താണ്? ഇത്രയും വ്യക്തമായി കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം രാജിവെക്കുന്നില്ല? അദ്ദേഹത്തെ മാറ്റി നിർത്താൻ KPCC നേതൃത്വം തയ്യാറാകുന്നില്ല. ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയല്ലേ? KPCCയുടെ അധ്യക്ഷൻ
നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യൻ്റെ മകൻ പോയി കത്ത് കൊടുക്കുമ്പോൾ ആ കത്ത് മേശപ്പുറത്തിട്ടുണ്ട് വായിച്ചിട്ടില്ല എന്ന് പറയാൻ KPCC പ്രസിഡന്റിന് സാധിക്കുന്നുവെങ്കിൽ ഇവരാരെക്കുറിച്ചാണ് അന്വേഷണം നടത്തുക, ഇവരാരുടെ കൂടെയാണ് എന്നത് വളരെ വ്യക്തമാണല്ലോ. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് പറയും, നിങ്ങൾ കേട്ടല്ലോ, മക്കൾ വന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയുകയാണ്. അതാണ് NM വിജയേട്ടൻ കത്തിൽ അന്ന് തന്നെ സൂചിപ്പിച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ സംരക്ഷിക്കണം, എൻ്റെ അവശേഷിക്കുന്ന മകനെ സംരക്ഷിക്കണം, അവരെയും ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകണം, നിയമനം നൽകാത്തതിനാൽ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതേ NM വിജയൻ KPCC പ്രസിഡന്റിന് കത്തയച്ചിരുന്നു 2021. ഇത് ഇന്നലത്തെയോ മാത്രം വിഷയമല്ല. 3 വർഷം മുൻപ് വന്ന ആ കത്തിൽ പോലും കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. അതാണ് പ്രതിപക്ഷ നേതാവ് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത്. തനിക്കൊന്നും അറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഈ കത്ത് താൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് KPCC പ്രസിഡന്റും നിലപാടെടുക്കുന്നു. 2021 KPCC പ്രസിഡന്റിന് കത്തയച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേരത്തെ NM വിജയേട്ടൻ KPCC കൊടുത്ത കത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2021 കൊടുത്ത കത്താണ്. ആ കത്ത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ കത്തിൻ്റെ ഭാഗമായി നാളിതുവരെ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചില്ല. ആ കത്ത് പരിഗണിച്ച് അന്ന് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കയ്യിലുണ്ടായിരുന്ന അഴിമതി പണം വാങ്ങി തിരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ശ്രീമാൻ NM വിജയേട്ടൻ ഇന്നിങ്ങനെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CPIM ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യയോ ഇത് സാധാരണഗതിയുള്ള മരണമോ അല്ല, ഇത് പകരം ഇരട്ട കൊലപാതകമാണ്. കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. ആ നിലയിലാണ് ഇതിനെ കാണേണ്ടത്. കേരളത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ് ഈ കത്തെഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവരിപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? CPIM-ൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രവർത്തകനോ എഴുതി വെച്ച കത്തല്ല ഇത്. DCCയുടെ ട്രഷററായിട്ടുള്ള പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച NM വിജയേട്ടൻ എഴുതി വെച്ച കത്താണല്ലോ ഇത്. എന്നിട്ടും ഇപ്പോഴും അവർ അന്വേഷണത്തെക്കുറിച്ചും അവരറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ പറയുമ്പോൾ ഇത് ആര് വിശ്വാസത്തിലെടുക്കാനാണ്? പ്രതിപക്ഷ നേതാവിന് ഇന്നത്തെ വാചകം നിങ്ങൾ നോക്കൂ. ആ കുടുംബത്തെ അവഹേളിക്കുന്ന നിലയിലല്ലേ പറഞ്ഞത്? അവർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുകയല്ലേ? ഈ രൂപത്തിൽ ഒരു നീതിയും ഇത്രയും നാൾ കോൺഗ്രസിൻ്റെ നേതൃത്വം NM വിജയേട്ടനോട് കാണിച്ചിട്ടില്ല. ഇപ്പോൾ ആ കുടുംബത്തോടും അങ്ങേയറ്റത്തെ ക്രൂരതയും അനീതിയും കാണിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM അതിൽ സ്വീകരിച്ചിട്ട് നിലപാടുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അതിൽ നേരിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കുറിപ്പുകളോ മറ്റോ ഒന്നുമില്ല. ആ ഘട്ടത്തിൽ പോലും CPIM സ്വീകരിച്ചൊരു ധാർമ്മികമായ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ആ രൂപത്തിൽ MLAക്ക് മാറി നിൽക്കാൻ തയ്യാറാവാത്തത്? Debate with Dr. Arun Kumar.